ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇതുപോലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാനായിട്ടാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ റെക്റ്റാങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ഇത് 4 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ദാ ഞാൻ ആദ്യം തന്നെ ബേസിന്റെ കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ബേസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഫൈബറിന്റെ ഡോർ ഇല്ലേ, ഫൈബറിന്റെ ഡോറിന്റെ പീസാണ് ഇത്. നമ്മൾ ഫാബ്രിക്കേഷൻസ് ചെയ്യുന്ന ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ആ ഒരു ഡോറിന്റെ സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് തരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പീസ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും. ഇതൊരു ഏകദേശം 20 അതുപോലെ തന്നെ 12 ആണെന്ന് തോന്നുന്നുണ്ട്. 20-12 ആണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് സൈസ് എനിക്ക് ഓർമ്മയില്ല, അത്രയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ബേസ്, കേക്ക് ബേസ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള അളവ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 10 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുന്ന സമയത്ത് 12 ഇഞ്ച് എടുക്കുക. 12 × 12 24, പിന്നെ 12 അങ്ങനെ എടുത്താലും മതി. 20, 22, 12 എടുത്താലും മതി കേട്ടോ. സൈസ് വീതിയും നീളവുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ 10 ഇഞ്ചിൻ്റെ പാനൽ ചെയ്തിട്ടുള്ള കേക്ക് ഞാൻ രണ്ട് കേക്കായിട്ട് ചെയ്തിട്ട് രാത്രി ക്രം കോട്ടിങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ വലിയ ബോർഡൊന്നും ഫ്രിഡ്ജിൽ കയറാത്തത് കൊണ്ട് തന്നെ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ഞാൻ ഈ ഒരു കേക്ക് ഐസിങ് നൈഫ് വെച്ചിട്ട് ഈ വലിയ ബോർഡിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ 2 kg ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 കേക്ക്സും നമ്മൾ അടുപ്പിച്ചിട്ട് വെക്കണം കേട്ടോ. നല്ല രീതിയിൽ അടുപ്പിച്ചിട്ട് വെക്കണം. ഫിനിഷ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ മിഡിലുള്ള ഒരു ഗ്യാപ്പ് പിന്നീട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് കസ്റ്റമറോട് വരുന്നതിന് 1 മണിക്കൂർ മുന്നേ ഒക്കെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ഒരു സമയം അനുസരിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ആ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ക്രീം ഫില്ല് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്യുക. ഞാൻ ഇതുപോലെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നു എന്ന് മാത്രം. കുറച്ചും കൂടി എളുപ്പം നമുക്ക് ആ പാലറ്റ് നൈഫിൽ തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനിടയിൽ ഒരു എഡിറ്റിംഗ് ആപ്പ് പരിചയപ്പെടാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പാണ്. ഷോർട്ട്കട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. ആദ്യം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഷോർട്ട്കട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോർട്ട്കട്ടിൻ്റെ ലോഗോ വരും. അപ്പോൾ മേലെ കാണുന്നതാണ് ഷോർട്ട്കട്ടിൻ്റെ ലോഗോ. അത് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ഷോർട്ട്കട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസാണ് ആദ്യം വരുന്നത്. ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അലോ കൊടുക്കുക. അലോ കൊടുത്തിട്ട് നമുക്ക് വേണ്ട വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ ഏതാണോ വീഡിയോ എടുക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഷോർട്ട് കട്ടിലോട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ ആഡ് കൊടുത്തിട്ട് എത്ര വീഡിയോസ് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ സ്പ്ലിറ്റ്, ട്രിമ്മിങ് എല്ലാം പക്ക പെർഫെക്റ്റ് ആണ്. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ഫോണ്ട് സ്റ്റൈൽ ഇതിൽ ഒരുപാട് അവൈലബിൾ ആണ്. മറ്റ് ആപ്സിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ ഫോണ്ട്സ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് കളറിങ്ങും ഒക്കെ ഒരുപാട് ഉണ്ട്. പിന്നെ പറയാനുള്ളത് ട്രാൻസിഷൻസും ഇഫക്റ്റും ആണ്. പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കളറ് കുറവാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള നല്ല നാച്ചുറാലിറ്റി തോന്നിക്കുന്ന ഒരുപാട് ഇഫക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെയാണ് വീഡിയോയുടെ കുറേ ഇഫക്റ്റ്. അപ്പം ഞാൻ എല്ലാം ഒന്നും കാണിക്കാൻ നമുക്കിപ്പോൾ സമയം തികയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ആപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോമാ കീ ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് ഇറേസ് ചെയ്ത് കളയാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. യൂട്യൂബേഴ്സിനും റീൽസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിലും എക്സ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ലോ ക്വാളിറ്റിയിലും എക്സ്പോർട്ട് ചെയ്യാം. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്പ് അവൈലബിൾ ആണ്. താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ കേക്കിൽ മുഴുവൻ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റൂട്ടാ.
ജസ്റ്റ് ഒന്ന് ഇതുപോലെ പാലറ്റ് നൈഫ് വലിച്ചു കൊടുത്താൽ മാത്രം മതി. സൈഡിൽ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ശരിയാക്കി എടുക്കുന്നത്, ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ കേക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്യാനൊക്കെ പാടാണെന്നുണ്ടെങ്കിൽ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പം ഇതുപോലെ ഷാർപ്പ് എഡ്ജ് ചെയ്തിട്ട് ഒരു സ്ക്രാപ്പർ വർക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ സൈഡും മുകളും ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദാ നമ്മുടെ കേക്ക്സ് ഒക്കെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളുമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേക്ക് ബോർഡ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു ചെറിയൊരു സ്ക്രാപ്പർ, പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രാപ്പർ എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ കേക്കിൽ എന്നല്ല, ഏത് കേക്കിലാണെങ്കിലും സ്ക്രാപ്പർ വർക്ക് ചെയ്യുമ്പം അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കേക്ക് ബോർഡ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോസിലിട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം വൈറ്റ് ക്രീമിൽ ഇങ്ങനെ കുറച്ച് ദൂരെയായിട്ട് കുറച്ച് റോസെറ്റ്സ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 കളറിലുള്ള റോസെറ്റ്സ് വരച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം വൈറ്റും പിന്നെ പീച്ചും പിന്നെ ഗ്രീൻ കളറിലുള്ള നമ്മുടെ ലീഫുമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ വൈറ്റ് ചെയ്തിട്ട് പീച്ചും കൂടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. പീച്ച് അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു നമ്മുടെ ലീഫ് നോസിലുണ്ടല്ലോ, ലീഫ് നോസിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഗ്രീൻ കളർ ക്രീമും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് സ്കൂളിൽ ഒരു ഫെയർവെൽ പാർട്ടിക്കുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കളർ തീമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ പേര് എഴുതുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്ന്. കാരണം ആ ഫോണ്ടന്റ് വെച്ചിട്ട് ഓരോ ലെറ്റേഴ്സും കട്ട് ചെയ്ത് എടുത്തിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ ഫോണ്ടന്റ് കട്ടേഴ്സിനെ തപ്പിപ്പിടിക്കണമല്ലോ ഓരോ സ്പെല്ലിങ്, അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇതുപോലത്തെ കേക്ക്സിലൊക്കെ ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ അതാ ഈ കേക്ക് ഇപ്പം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ എങ്ങനെയാണ് റെക്റ്റാങ്കിൾ കേക്ക് ചെയ്യുന്നതെന്നൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പം 10 kg കേക്ക് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും ഏകദേശം ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.